വെയിറ്റ് കൂടാൻ ഭയങ്കര എളുപ്പവും വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് വൺ ഓഫ് ദി റീസൺസ് എന്താന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മളൊരു 11 വയസ്സ് വരെ നമ്മളെ ശരീരം വളരുന്ന ഒരു പ്രായമായതുകൊണ്ട് അവിടെ ഫാറ്റ് സെല്ലിന്റെ നമ്പർ ഒരുപാട് കൂടി വരും. അതുപോലെ ഈ ഫാറ്റ് സെല്ലിന്റെ സൈസും കൂടി വരും. ഇനി ഒരുപാട് വണ്ണം കൂടിയ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ ശരീരത്തിൽ ഏകദേശം ഒരു 11 വയസ്സാകുമ്പോഴത്തേക്കും ഒരു ഏകദേശം നമ്പർ പറയാം, 1000 ഫാറ്റ് സെൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ കുട്ടി വളർന്നു വലുതായി അഡൽട്ടായി വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ 1000 സെല്ലിനകത്തെ കൊഴുപ്പ് എടുത്ത് കളഞ്ഞാലും, അതായത് എക്സസൈസ് ചെയ്തിട്ടും കറക്റ്റ് ഫുഡ് കഴിച്ചിട്ടും കൊഴുപ്പ് എടുത്ത് കളഞ്ഞാലും നമ്പർ ഓഫ് ഫാറ്റ് സെല്ലിന് കുറവ് വരുന്നില്ല. അത് ആ 1000 ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ ഓവർ ഈറ്റിംഗ് ചെയ്താലും ഇതിനകത്തേക്ക് ഫാറ്റ്സിന് കയറിയിരിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ നടക്കുന്നത്. ഇനി ഇതേ വേറൊരു കുട്ടിയുടെ കാര്യം നോക്കാം. ആ കുട്ടിയിൽ വെറും ഒരു 100 ഫാറ്റ് സെൽ മാത്രമേ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ളൂ വിചാരിക്കുക. വണ്ണം കുറഞ്ഞൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടി അഡൽട്ട് ആയി കഴിഞ്ഞ് വണ്ണം വെക്കാൻ ശ്രമിക്കുമ്പോൾ 100 ഫാറ്റ് സെല്ലിനകത്ത് കൊള്ളുന്ന അത്ര ഫാറ്റ് ആ ശരീരത്തിന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടി ഒരുവിധമൊക്കെ എന്ത് കഴിച്ചാലും വെയിറ്റ് പെട്ടെന്ന് കൂടാത്തൊരു ശരീരമായിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മുടെ ചൈൽഡ്ഹുഡിലെ ന്യൂട്രീഷനും ആക്ടിവിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം. ഇനി നമ്മൾ ഓൾറെഡി അഡൽട്ട് ആയി കഴിഞ്ഞു, ചെറുപ്പത്തിൽ നമ്മൾ വണ്ണം ഉണ്ടായിരുന്നു, നമ്മൾ അഡൽട്ട് ആയി കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ട്രെങ്ത് വർക്കൗട്ട്സ് ചെയ്യാൻ പറ്റും. സ്ട്രെങ്ത് വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പിനെയാണ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഈ എത്ര ഫാറ്റ് സെൽ ഉണ്ടെങ്കിലും അതിനകത്ത് കൊഴുപ്പ് ഉപയോഗിച്ച് പോകും. അപ്പോൾ ഈ ഫാറ്റ് സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആവും. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല, സെല്ലായിട്ട് അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, ശരീരത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അഡൽട്ടായി കഴിഞ്ഞ ഒരാൾക്ക് നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി സ്ട്രെങ്ത് വർക്കൗട്ട്സ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലോങ് ടേം സൊല്യൂഷൻ. കുട്ടികളുടെ കാര്യമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന രീതി മോശമാണ്, ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കേണ്ടി, ഫിസിക്കലി ആക്റ്റീവ് അല്ല എങ്കിൽ ഒരു 10-11 വയസ്സ് വരെ മാത്രമേ നമുക്ക് സമയമുള്ളൂ അവരെ ഒരു നല്ലൊരു ഹെൽത്തി ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഈ പ്രായത്തിൽ അവരുടെ ഭക്ഷണം നല്ല ഭക്ഷണം ആവാനും അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ലോങ് ടേമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുക. അവരുടെ ആരോഗ്യത്തിന് നിങ്ങൾക്ക് ആസ് പേരൻസ് ചെയ്തു കൊടുക്കാനുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുക. അത് വളരുമ്പോൾ പൊയ്ക്കോളും എന്ന് വിചാരിച്ച് സില്ലിയാക്കി വിടാതിരിക്കുക.